ഹായ്, ഞാൻ ഡോക്ടർ ഗൗരി, പെത്തോളജിസ്റ്റ് ഡയറക്ടർ ഡെയിൻ ഡയഗ്നോസ്റ്റിക്സ്. നിങ്ങളുടെ വീട്ടിൽ കുറേ പേരുടെ വീട്ടിലെങ്കിലും അച്ഛൻ കുറച്ച് പ്രായമായവരുണ്ടാവും. അച്ഛനോ അമ്മാവനോ അല്ലെങ്കിൽ ഏട്ടന്മാരോ ആരെങ്കിലും പ്രായമായ ആൾക്കാരുണ്ടാവും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അവരുടെ മൂത്രം ഒഴിക്കണത് എങ്ങനെയാണെന്ന്? അവർ രാത്രി കൂടുതൽ പ്രാവശ്യം മൂത്രം ഒഴിക്കുന്നുണ്ടാവുമോ? അതോ മൂത്രം ഒഴിക്കണതിന് പോയി കഴിഞ്ഞാൽ ബാത്റൂമിൽ കുറേ നേരം നിൽക്കുന്നുണ്ടോ? അല്ലെങ്കിൽ നിങ്ങളോട് അവർ കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ മൂത്രം ഒഴിക്കുന്നത് പണ്ടത്തെ മാതിരി ഒരു ശരിക്കും പോകുന്നില്ല, ഒറ്റിയാണ് പോകണമെന്ന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് പറഞ്ഞിട്ടുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്തൊക്കെ ചെയ്യണം? പ്രായമാവുമ്പോൾ 45 വയസ്സ് കഴിയണ എല്ലാ ആണുങ്ങൾക്കും പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി വളരാൻ തുടങ്ങും, വലുതാവാൻ തുടങ്ങും. നമുക്ക് തല നരയ്ക്കുന്ന മാതിരി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി പ്രായമാവുമ്പോൾ ചുങ്ങുന്നതിന് പകരം വലുതാവുകയാണ് ചെയ്യുക. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി എവിടെയാണ് ഉണ്ടാവുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മൂത്രനാളത്തിൻ്റെ 2 സൈഡിലുമായിട്ടാണ് പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ഉണ്ടാവുക. അപ്പോൾ വലുതാവുമ്പോൾ മൂത്രം ഒഴിക്കണ ആ നാളത്തിന് തടസ്സം അനുഭവപ്പെടും. ഇത് വലുതായി കഴിഞ്ഞാൽ അതിനെ അമർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ മൂത്രം പോണതിന് ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? ഇങ്ങനെ ഒരു പ്രശ്നങ്ങളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഒരു PSA എന്നുള്ളൊരു ടെസ്റ്റ് ചെയ്യണം. അത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോസ്റ്റേറ്റ് സ്പെസിഫിക് ആൻറ്റിജൻ എന്നുള്ളത്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി 2-3 കാരണങ്ങൾ കൊണ്ട് വലുതാവാം. ഒന്നല്ലെങ്കിൽ വയസ്സാവുന്നത് കൊണ്ട് വലുതാവാം, അല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ കൊണ്ട് വരുമ്പോൾ പ്രോസ്റ്റാറ്റൈറ്റിസ് എന്നുള്ളൊരു കണ്ടീഷൻ ഉണ്ടാവാം. അതുമല്ലെങ്കിൽ പ്രോസ്റ്റേറ്റിൽ ക്യാൻസർ ഉണ്ടാകുമ്പോഴും പ്രശ്നങ്ങളുണ്ടാവാം. അപ്പോൾ നമ്മൾ ആദ്യം PSA ചെയ്യണം. ഈ PSA നോർമലി അതിൻ്റെ വാല്യൂ 4 ആണ്. അതൊരു 20-30 ഒക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു അൾട്രാസൗണ്ട് ചെയ്യണം. അൾട്രാസൗണ്ട് അബ്ഡോമിനും ചെയ്യണം. അതിൻ്റെ സ്പെഷ്യലിസ്റ്റായ ഒരു യൂറോളജിസ്റ്റിനെയും കാണണം. കണ്ടു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ പ്രശ്നങ്ങളൊന്നുമില്ലയെന്ന്. PSA നോർമൽ ആണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം? അൾട്രാസൗണ്ട് ചെയ്തിട്ട് പ്രോസ്റ്റേറ്റിൻ്റെ വലിപ്പം എങ്ങനെയുണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുകയും ഈ പ്രോസ്റ്റേറ്റ് വലിപ്പം ഉണ്ടാവുന്നത് കൊണ്ട് ഈ മൂത്രം ഒഴിക്കാൻ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് കിഡ്നിക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്ന് അഫക്റ്റഡ് ആവണം. ചില പേഷ്യൻ്റ് പെട്ടെന്ന് ഒരു ആശുപത്രിയിൽ വരിക ഒട്ടും മൂത്രം പോകുന്നില്ല, കഴിഞ്ഞ 12 മണിക്കൂറായിട്ട് ഒരു തുള്ളി മൂത്രം പോകുന്നില്ല എന്നുള്ളൊരു എമർജൻസി സിറ്റുവേഷനിലായിരിക്കും പലപ്പോഴും ആശുപത്രിയിലേക്ക് ഇങ്ങനെയുള്ള ആൾക്കാർ പോവുക. അത് നോക്കുമ്പോഴേക്കും ക്രിയാറ്റിൻ നോക്കുമ്പോൾ ക്രിയാറ്റിൻ്റെ വാല്യൂ കൂടുതലായിരിക്കും, ആകെ കിഡ്നിയൊക്കെ കുറച്ച് വലുതായിട്ട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ അതെല്ലാം അതിൻ്റെ കാരണം ചിലപ്പോൾ ഈ ഒരു ചെറിയ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയുടെ കാരണം കൊണ്ടായിരിക്കും. അപ്പോൾ ദയവ് ചെയ്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ PSA ചെയ്യുക, ഒരു അൾട്രാസൗണ്ട് ചെയ്യുക, പിന്നെ യൂറോളജിസ്റ്റിനെ കാണുക. പിന്നെ സപ്പോസ് PSA നല്ല ഹൈ കിട്ടി, അത് കഴിയുമ്പോൾ യൂറോളജിസ്റ്റ് അതിൻ്റെ ഒരു ബയോപ്സി എടുക്കും. ബയോപ്സി എടുത്തിട്ട് ക്യാൻസർ ആണ് എന്ന് കാണുകയാണെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് ഉണ്ടാവണം. പലപ്പോഴും നമ്മൾ പേടിച്ചിട്ട് ഇതൊന്നും ചെയ്യാറില്ല. പക്ഷേ ഇന്ന് നമ്മൾ 21-ാം നൂറ്റാണ്ട് കഴിയാറായിട്ടുണ്ട്. അപ്പം നമുക്ക് എല്ലാ മാലിഗ്നൻസിക്കും അല്ലെങ്കിൽ എല്ലാ ക്യാൻസറിനും അതിൻ്റേതായ ചികിത്സകൾ ലഭ്യമാണ്. ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയൊന്നും നമ്മൾ ശ്രദ്ധിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ കഷ്ടകാലത്തിന് ക്യാൻസർ എന്തെങ്കിലും ഉണ്ടാവുകയാണെങ്കിൽ അത് പടർന്ന് പന്തലിച്ച് ശരീരത്തിൻ്റെ എല്ലാ ഭാഗത്തും എത്തും, പിന്നെ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പം ഇതൊരു ചെറിയ ടെസ്റ്റാണ് ചെയ്യേണ്ടത്. ഇനിയിപ്പോൾ അങ്ങനെ ഒന്നും ഇല്ല എന്നുണ്ടെങ്കിലും 45-50 വയസ്സായ വീട്ടിൽ ആണുങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരോടൊരു കംപ്ലീറ്റ് ഹെൽത്ത് ചെക്കപ്പ് ചെയ്യാൻ പറയും. ആ ഹെൽത്ത് ചെക്കപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമുക്ക് PSAയും അൾട്രാസൗണ്ടും ഒക്കെ നോക്കാം. നമുക്കൊന്നും ഇല്ല എന്ന് ഉറപ്പാക്കി നമുക്ക് ബാക്കിയുള്ള കാലം സുഖമായിട്ട് ജീവിക്കാൻ പറ്റും. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുമാതിരി ഹെൽത്ത് റിലേറ്റഡ് വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരും. താങ്ക് യു.